കീർത്തി, നീ വരുന്നില്ലേ? എത്ര നേരമായിട്ട് ഇതിന് നോക്കി നിൽക്കുന്നത്? ആ എടി, ഒരു 10 മിനിറ്റ് ഇതാ വരുന്നു. എന്താണ് മോള് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്ത് സ്ഥിരം, അവൾ ഇതുവരെ വന്നില്ല. എത്ര നേരമായിട്ട് അവളെ നോക്കി നിൽക്കുക അറിയാവോ? അല്ല, മാനവേട്ടൻ എവിടെ പോന്ന? മാനവേട്ടനോ? അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാനവേട്ടൻ എന്ന് വിളിക്കുന്നത്. അപ്പം അതെന്തിനാ മോള് എൻ്റെ കൺട്രോൾ കളയുന്നത്? പോടാ, എന്താണ് രണ്ടെണ്ണം നോക്കണേ? എത്ര നേരമായി കീർത്തി ഇതിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട്? ആഹാ, അപ്പം അങ്ങനെ പറ, രണ്ടും കൂടെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കപ്പിൾസിൻ്റെ ഇടയ്ക്ക് സിംഗിളായിട്ട് വയ്ക്കാൻ നമ്മുടെ ദുഃഖം ആരറിയാം. അയ്യോ, മഴ പെയ്യുന്നു. ഞാൻ കുട എടുത്തില്ല. എൻ്റെ പുണ്യ കീർത്തി ഇങ്ങനെ ഉണ്ടല്ലോ. സോറി, നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. അല്ലെങ്കിലും ഈ മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു ഫീൽ അല്ലേ? എൻ്റെ ചാട്ടം എങ്ങോട്ടാന്ന് മനസ്സിലാവുന്നുണ്ട്. ജാനുവേ മാറി നിന്നു. ഇതടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓടിന്നൊക്കെ കാണിച്ചു തരാം. കാണിക്കണേ, മറക്കാതെ കാണിക്കണം കേട്ടോ. ഇവിടേക്കൊന്നും ഒരു ശല്യമാണല്ലോ. ഓഹോ, ഇപ്പം നമ്മൾ ശരി. ശരി, നടക്കട്ടെ. കീർത്തി, എൻ്റെ സങ്കല്പത്തിലേ നമ്മൾ നല്ലതായിട്ട് മഴ പെയ്യുന്ന സമയം, മേഘമൊക്കെ ഇങ്ങനെ കറുത്ത് ഇരുണ്ടിരിക്കുന്ന സമയം, ഭയങ്കരമായിട്ടും കാറ്റ് വീശുന്നു, അങ്ങനെ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പറക്കും. ആ സമയം നമ്മുടെ ചെറുക്കനെ കാണും. ആ ഫീൽ, എന്ത് ഫീല്! ഇവ നശിപ്പിച്ച് അല്ലേ? അങ്ങനെ വേണം നമുക്ക് ആ ഒരു ഫീല് വരണം. ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച, പക്ഷെ കിട്ടിയതോ ഐ ഡോണ്ട് നോ. എനിക്കറിയത്തില്ല ഞാൻ എന്തെടുക്കും. എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ ഫിക്ഷൻ മാൻ പോയി. എൻ്റെ ഒപ്പ എപ്പോൾ വരാനാ? കഷ്ടം. ഇമാരെ ഇവിടെ നിൽക്കും, ഞാൻ അപ്പുറത്തോന്നി 2 കുട തൽക്കാലം ഒപ്പിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഇവിടെ നിന്നു ബെല്ലടിച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറ്റത്തില്ല. ശരി, പോയിട്ട് വാ. കീർത്തി, നിനക്കും വേണ്ട ഒരു കൂട്ട്. നല്ല രസം കേൾക്കാൻ. എന്ത് രസം! ഇത് ഭയങ്കര തലവേദന. എപ്പോഴും സഹിക്കണം, എടുക്കണം. ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദോസ് ഫക്കിങ് തിങ്സ്. കേൾക്കാൻ രസമുണ്ട്. നിനക്ക് പറ്റിയൊരു ചെറുക്കൻ വരും. നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ചെറുക്കൻ. എൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, നല്ല മഴയുള്ള ഒരു നേരം, മേഘം ഇരുണ്ട് നല്ല ശക്തിയായിട്ട് കാറ്റ് വീശും. അന്നേരം ഒരു ചെറുക്കൻ വരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, എൻ്റെ വേണം എന്ന് ഹൃദയം മന്ത്രിക്കുന്ന സമയം. അതായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ തിങ് ഇൻ യുവർ ലൈഫ്. ഭയങ്കര ഫീലാണ്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്ത് എടുക്കുന്നത്. അവൻ്റെ ഫ്രണ്ടേഴ്സ് ഞാൻ ചുമ്മാ അവനെ കളിയാക്കുമെന്നും പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഭയങ്കര ജീവനാടി അവനെ കണ്ടപ്പോഴേ എനിക്കത് ഫീൽ ചെയ്ത. പക്ഷെ അന്ന് മഴയൊന്നും ഇല്ലായിരുന്നു. എന്നൊക്കെ അങ്ങനെ ചെറുക്കനെ കേട്ടിട്ടെ മഴയത്ത് ഫസ്റ്റ് സൈറ്റ് നല്ല ഫീലാണ്. ഫീല് എനിക്ക് വയ്യ. ആ ചെറുക്കൻ കേൾക്കരുത്. 2 തീരെ കൺട്രോളില്ല. ഒരു സിംഗിളായിട്ടിനുള്ള ഞാൻ ഇവിടെ അടുത്തുണ്ടെന്ന് പോലും ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഐ കാൺ ദൈവമേ, പ്ലീസ് ഒരു ചെറുക്കനെ കാണിച്ചു തരൂ. നല്ല മഴയുള്ള മേഘം ഇരുണ്ട് നല്ല ശക്തിയായിട്ട് കാറ്റ് വീശും. അന്നേരം ഒരു ചെറുക്കൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, എൻ്റെ വേണം എന്ന് ഹൃദയം മന്ത്രിക്കുന്ന സമയം. അതായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ തിങ് ഇൻ യുവർ ലൈഫ്. എൻ്റെ പ്രണയം. നീ വരുന്നില്ലേ? വാ, നീ എന്ത് സ്വപ്നം കണ്ടിരിക്കുക? കീർത്തി വാ, മഴ തോന്നുന്ന വേഗം ആവട്ടെ. അല്ല, ഞാൻ അത് എടി അവിടെ ഒരു ചേട്ടനോ ഇടങ്ങാണ്ടില്ലായിരുന്നല്ലോ. വാ ഇങ്ങ് വാ, ബസ് കിട്ടത്തില്ല പെണ്ണേ. അത് അല്ല, അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. എന്ത് വാ മോനെ നീ ആലോചിച്ച് കൂട്ടുന്നേ? കുറെ നേരമായല്ലോ. നീ വല്ലതും അറിയുന്നുണ്ടോ? സാറ് ക്ലാസ് എടുത്ത് പോയി. എന്ത് വാണ് മാൻ ഈ ആലോചിക്കുന്നത്? എടി, അത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ കയറുന്നതിന് മുമ്പ് അവിടെ വെച്ച് ഒരു ചേട്ടനെ കണ്ടില്ലായിരുന്നോ? ചേട്ടനോ? എൻ്റെ പൊന്നു മോനെ, നീ അവിടെ തൊട്ട് പറയാൻ തുടങ്ങിയത് ഒരു ചേട്ടൻ. ഞാനവിടെ ആരെയും കണ്ടിട്ടില്ലല്ലോ. ഇല്ലേടി, അവിടെ ഒരു ചെറുക്കൻ വന്നിപ്പോൾ നീ പറഞ്ഞില്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആദ്യമായിട്ട് കാണുമ്പോൾ ഹൃദയം ഇടിക്കുമെന്നും മേഘം ഇരുളുമെന്നും മഴ പെയ്യുമെന്നൊക്കെ എനിക്കത് ഫീൽ ചെയ്തു. എന്ത് ഫീൽ ചെയ്തു? എന്നിട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. എടി, ഫീലിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ ആ ചെറുക്കനെ ഞാൻ പിന്നെ കണ്ടില്ലല്ലോ. അത് ചിലപ്പോൾ തോന്നിയാണെങ്കിലോ, അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ആ ഫീലിംഗ് വന്നിട്ട് അറിയാതെ
ചിലപ്പം നിനക്ക് അങ്ങനെ ഒരു ഫിക്ഷണൽ മാനായി തോന്നിയാണെങ്കിലും ഇടി അല്ലടി, അയാൾക്ക് അത്യാവശ്യം നല്ല പൊക്കം ഉണ്ടായിരുന്നു, നല്ല കണ്ണായിരുന്നു, ഭയങ്കര നല്ല ചിരിയായിരുന്നു. പക്ഷെ മൊത്തത്തിൽ കുറഞ്ഞ രസം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ പെട്ടെന്ന് അയാളെ നോക്കിയിരുന്നതും പെട്ടെന്ന് ഞാൻ അപ്രതീക്ഷയായിപ്പോയി. നീ വിളിച്ചപ്പോൾ അയാളില്ലായിരുന്നു അവിടെ. അതല്ല ഞാൻ പറഞ്ഞത്, അയാളില്ലായിരുന്നു അവിടെ. ചിലപ്പോൾ നിനക്ക് തോന്നിയാണെങ്കിലോ? തോന്നി നല്ലടി. ഞാൻ നമുക്ക് നോക്കാം. ഇനി നമുക്ക് വിളിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നമ്മളെ തന്നെ എത്തിച്ചേരും. അത് നീ എപ്പം എത്രയാണെന്ന് പറഞ്ഞാലും ഓട്ടോറിക്ഷ വിളിച്ചിട്ടായപ്പോലും അത് നമ്മുടെ അടുത്ത് എത്തും. സോ നിനക്കുള്ളതാണെങ്കിൽ അത് നിന്നിലേക്ക് തന്നെ എത്തും. ഐ എം ഷുവർ. അങ്ങനെ സമാധാനിക്കും. എടി, ആ ചേട്ടനെ കിട്ടിയോ? ഇവിടുന്ന് കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. ഇന്നലെ ഈ ടൈമല്ലേ? ഈ ടൈം മഴ പെയ്ത സമയം. യെസ്, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ടൈം തന്നെയാണ്. പക്ഷേ ആ ചേട്ടൻ്റെ മാത്രം കാണുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഇത് ചെയ്യാനാ? മോനെ, നീ ഒന്നെങ്കിൽ നെഗറ്റീവ് അടി അല്ലെങ്കിൽ പോസിറ്റീവ് അടി. ഈ സമയത്ത് വെച്ച് താങ്ങുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സോറി ബ്രോ. എന്താണ് രണ്ടെണ്ണവും കൂടെ ഇവിടെ സൊല്ലുന്നത്? എന്തെങ്കിലും സൊല്ലിക്കൂടെ? സൊല്ലിക്കൂടി. എന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണം പ്ലീസ്. മൈൻഡ് ചെയ്യാം. ഡോണ്ട് വറി മാൻ. അല്ല എന്തുവാ എടാ, നമ്മൾ ഇന്നലെ ഇവിടെ നിന്നപ്പോൾ ചേട്ടനെ കണ്ടില്ലായിരുന്നോ? ചേട്ടനോ? ഇതായിരിക്കില്ലായിരുന്നല്ലോ. അല്ല, ഒരു ചേട്ടനുണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കാനായിരിക്കും. അതേതാടി? ഞാൻ കണ്ടില്ലല്ലോ എന്നിട്ട്. അല്ലടാ, ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഇവിടെ നിൽപ്പം ഉണ്ടായിരുന്നു. നമ്മൾ മഴ പെയ്തപ്പം നീ കുളം എടുക്കാൻ വേണ്ടി പോയില്ലേ? അപ്പോൾ ആ സമയത്ത് ആ ചേട്ടൻ ഇവിടെ വന്നായിരുന്നു. പക്ഷേ ഇന്നോളെ ചേട്ടനെ കണ്ടില്ല. അല്ലാതെ എന്താ? എപ്പോഴും എടാ, പിന്നെ ഞാൻ അവനെ കണ്ടില്ലടാ. ഞാൻ അന്ന് നോക്കിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ഇവിടെ വിളിച്ചതും ഞാൻ കണ്ണ് ഇങ്ങനെ അങ്ങോട്ട് അടച്ചതും ആ ചേട്ടൻ അവിടെ നിന്ന് കാണുന്നില്ല. അതെന്താ? ശരിക്കപ്പം അയാളില്ലായിരുന്നോ? അത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയാണെങ്കിലോ? ഇതാ ഞാനും തോന്നിയതായിരിക്കും. അല്ലടി, ഞാൻ ഇവിടെ വെച്ച് കണ്ടതാ. നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും. ബസ് വന്നു. ബാബാ. ഇന്നേ 5-ാമത്തെ ദിവസം ഞാൻ ആ ചേട്ടനെ കണ്ടിട്ട്. നിനക്ക് മുഖം ഓർമ്മയുണ്ടോ? ഈ മുഖമൊക്കെ ഓർമ്മയുണ്ട്, നല്ലതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ കാണത്തില്ല. മുഖം മറക്കരുത് നമ്മൾ ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുമ്പം ആ മുഖം മറക്കത്തില്ല. അതേപോലെ ചെറുതായിട്ടൊക്കെ അങ്ങനെയൊന്നും മറന്നു തുടങ്ങി. പക്ഷെ അറിയാം, ആളെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ആ മുഖം അങ്ങോട്ട് പെട്ടെന്ന് മറക്കരുതെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം ചെറുതായിട്ട് മറന്നു പോയെന്ന് തോന്നുന്നു. സാരമില്ല, നമുക്ക് കൊള്ളാമെങ്കിൽ നമുക്ക് തന്നെ കിട്ടും. നീ എപ്പോഴും പറയില്ലേ മോനെ? ഐ കാൺട്ട്. ചിലപ്പോൾ എനിക്കുള്ളതല്ലെങ്കിലോ? കൊള്ളയായിരിക്കും. ശുഭപ്രതീക്ഷ ആണല്ലോ എല്ലാം. നെവർ മൈൻഡ് ഓൾ ദോസ് ഫക്കിംഗ് തിങ്സ്. ഫക്ക്. എല്ലാവരും എന്താ ഇങ്ങനെ പറയുന്നത്? വി ഡോണ്ട് നോ മാൻ. ഇത് ചെയ്യാനാ? ഈ ലോകം തന്നെ പിഴച്ചു പോയി. പിഴയ്ക്കാത്തൊരാൾ പോരാ. ബാക്കിയേറാം. അതാ ചേട്ടനല്ലേ? നിർത്ത്, ആളാകാനുണ്ട്. ചേട്ടൻ്റെ പേരെന്തുവാ? ശിവ. അത് അല്ല, താനേതാ? അത് ഞാൻ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങിയേ? വീഴത്തില്ലേ? അല്ല, അത് ചേട്ടനെ ചോട്ടനെയോ? സോറി ചേട്ടനെ, ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെ തപ്പി, പക്ഷെ കണ്ടില്ല. ഇവിടെ അറിഞ്ഞു. ഇത് ഞാൻ ഇവിടെ അല്ല, അതിന് താൻ അറിയുന്നത്? അത് ഞാൻ ചേട്ടനല്ലേ കണ്ടേ? അതൊന്നും എനിക്കറിയാം. അല്ല, ഞാൻ ചേട്ടനെ കണ്ട. അന്നിവിടെ മഴ പെയ്തപ്പം ആ സമയത്ത് ഇവിടെ കയറി നിന്ന് ചേട്ടനില്ലേ? മഴ പെയ്തപ്പോൾ ഞാൻ അവിടെ നിന്നായിരുന്നു. അപ്പം ഞാൻ ചേട്ടനല്ലേ കണ്ടേ? അതൊന്നും എനിക്കറിയാം കൊച്ചേ. ചേട്ടാ, അതൊന്നും എനിക്കറിയത്തില്ല. എടി, നീ വരുന്നുണ്ടോ? ഇത് ബസ് എടുക്കും. നീ എന്ത് പരിപാടി കാണിക്കുന്നേ? ഞങ്ങളെക്കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. വാങ്ങോട്ട്. ഇതാണോ ചേട്ടൻ? ഹായ്, നൈസ് ടു മീറ്റ് യു. അത് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ എനിക്ക് ഇഷ്ടം. ഞാൻ 5-6 ദിവസം മുന്നേ ചേട്ടനെ വിളിച്ച് കണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ബസ് വന്നു, അതുകൊണ്ട് ഞാൻ പോവാം. സോറി, തരാം. ഓക്കെ, ബൈ. എന്താ ഇവിടെ സംഭവം?
എടി നീ വരുന്നില്ലേ? ഇല്ലടി ഞാൻ വരുന്നില്ല. അതെന്താ? എടി എനിക്ക് പേടിയാവുന്നടി. ഞാൻ ഇന്നലെ ആവേശത്തിന് പറഞ്ഞതടി. ആ ചേട്ടനാണ് ഇഷ്ടമെന്നാണ്. ഞാൻ എന്തോ ചെയ്യുമടി? ഈ ജീവിതത്തിൽ ഞാൻ ആരെയും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തെങ്കിൽ കുളമായി. അജി അജി എന്തൊക്കെയായി കാണിക്കുന്നു. നീ തന്നെ വള്ളി പോയി ചാടിയിട്ട് നീ തന്നെ ഇത് വിഷമിക്കും. സൂപ്പർ എടി പട്ടി കുത്താതെടിയിട്ട്. ഇപ്പം ഞാൻ ചെയ്യണം. നീ അതൊന്നും പോയിട്ട് ആ ചേട്ടനോടുണ്ടോ എന്ന് നോക്കുമോ? എന്നിട്ട് എൻ്റെ അടുത്തൊന്ന് പറയണേ. ഞാൻ പറയാം. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ആദ്യം ഇരിക്കും. അതിപ്പോൾ ഞാൻ ചെയ്യണം. ഞാൻ ഉച്ചയ്ക്കല്ല നോക്കാം. ഉച്ചയ്ക്ക് എന്തായാലും ചേട്ടൻ അവിടെ കാണത്തില്ലല്ലോ. ഉച്ച തൊട്ട് വൈകിട്ട് ഇല്ലില്ല, വൈകിട്ട് വന്നാലും ആ ചേട്ടൻ വൈകിട്ട് അവിടെ കാണത്തില്ലേ? ഞാൻ വരുന്നില്ല. നാളെ ഞാൻ വരാം. ശരി ശരി, ഞാൻ നോക്കാം. ഹലോ. ഹലോ. എന്താ? ഞാൻ ആലോചിക്കുമായിരുന്നു എന്താ ഇത്രയും നേരമായിട്ട് വിളിക്കാത്തത് എന്ന്. അത് ഹെവിയ ചേട്ടനോട് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എടുത്ത് ചോദിച്ച് ആ കൊച്ചെന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നില്ല. അപ്പോൾ ചോദിച്ചു എന്താണ്? ഞാൻ പറഞ്ഞ പനിയാണ്. അപ്പം പറഞ്ഞു എന്നും പറഞ്ഞങ്ങ് പോയടി. പേരെന്തുവാന്ന് പിന്നെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം നീ എന്ത് പറഞ്ഞ? കീർത്തി എന്ന് പറഞ്ഞ. തെണ്ടി നശിപ്പിച്ചു. ഇനി ഞാൻ എന്ത് കൊടുക്കും? ഒരു കാര്യം ചെയ്യാം. ഞാൻ ക്ലാസ് അറിയിക്കാൻ പറ്റത്തില്ല. നാളെ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അത് ലാഭമുണ്ട്. സോ ഞാൻ നാളെ അച്ഛനടുത്ത് കൊണ്ടുവിടാൻ പറയാം. അതായിരിക്കും നല്ലത്. നീ എന്തെങ്കിലും ചെയ്യും. നാളെ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പറഞ്ഞേക്കാം. ഞാൻ ഇന്ന് പോസ്റ്റായിരുന്നു. ഞാൻ വരാം. നാളെ വരാം. അച്ഛനടുത്ത് കൊണ്ടുവിടാനായിട്ട് പറയാം. ഓക്കേടാ. ബൈ. ബൈ. എത്തിയല്ലോ മലമാല. എന്തായാലും ഇങ്ങനെ വരാഞ്ഞ്? അത് പനി. നിനക്ക് പനി വിശ്വസിക്കാം. ശരി ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു. അന്ന് നീ ആരെയോ പ്രപ്പോസ് ചെയ്യുന്നത് കേട്ടല്ലോ. ആരത്? അയ്യോ പാട്ടാക്കി. എന്നെ കൊണ്ട് ഇത്രേ പറ്റും. അതൊന്നുമില്ല. അത് ഞാനത് പിന്നെ പറയാം. പറഞ്ഞാ മതി. ഓക്കെ. നീ വന്നേ. ഇന്ന് ചേട്ടനോട് ഉണ്ടായിരുന്നോ? ആ ചേട്ടനോട് ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടും ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു. എല്ലാം നോക്കി. പിന്നെ ഞാൻ എന്തെടുക്കാനാണ്? ഞാൻ ചേട്ടനെ നോക്കി. അല്ല ഞാൻ എന്ത് പറയാനും. നീ എന്തോ ചെയ്യും? അല്ല മാനവ് കണ്ടോ അവനെ? അവൻ കണ്ടില്ല. അവൻ വേറെന്തോ പറഞ്ഞ് നേരെ കയറിപ്പോയി. ഞാൻ പിന്നെ കയറി കഴിഞ്ഞിട്ടാ ചേട്ടനെ കണ്ടത്. ഇന്നലെ അവൻ കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ട് കാണത്തില്ലായിരിക്കും കാര്യം. പക്ഷെ അവനെങ്ങനെ അറിഞ്ഞു? നീ തന്നെ ആയിരിക്കും പറഞ്ഞത്. സോറി. കുഴപ്പമില്ല. ഞാൻ എങ്ങനെ പോകും? വൈകിട്ട് അച്ഛനെ വിളിക്കല്ലേ? എവിടുന്ന്? എങ്ങനെ? വൈകിട്ട് അച്ഛനെയോ? ഞാൻ സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് ബസ് വന്നോ. എത്ര ദിവസമായാലും ഞാൻ ബസ്സിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കയറിയിട്ട് എനിക്ക് വയ്യ. എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ ബസ് വരാം. പക്ഷെ ചേട്ടൻ അവിടെ ഉണ്ടെങ്കിലോ? ഇല്ലടി, ഞാൻ ഇന്നും കൂടെ പോട്ടെ. കഷ്ടം. ഞാൻ 5-6 ദിവസം കഴിഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ ചേട്ടൻ റിജക്റ്റ് ചെയ്താൽ ഞാൻ എന്തോ ചെയ്യുമോ? എൻ്റെ ഹൃദയം ഇപ്പം പൊട്ടിപ്പോവേ. ശരി എനിക്ക് ഈ ഫീലിങ്സ് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ വിട്ടേക്കുന്നു. എന്നാലും ഒരുപാട് ദിവസം ഞാൻ പോസ്റ്റ് ആക്കിയത്. സ്കൂളിൽ വരണം. ബസ്സിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ വരാം. ചക്കരക്കുട്ടി. എടി എനിക്ക് പേടിയാവുന്നേടി. ഒരാഴ്ചയ്ക്ക് ശേഷം ചേട്ടനെ ഞാൻ കാണാൻ പോവാം. അയ്യോ എനിക്ക് പേടിയാവുന്നേ. ബി റെഡി ഫോർ ഇറ്റ് മാൻ. എന്തായാലും ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൊക്കും. അപ്പം പിന്നെ ഒരാഴ്ചയായിട്ട് നിൽക്കും. അന്നേരം പിന്നെ എന്തായാലും ഇന്നെങ്കിൽ ഇന്ന് എന്നായാലും ചേട്ടനോട് വന്ന് എപ്പോഴായാലും നിന്നെ പൊക്കാനുള്ളത് പൊക്കും. സോ ഡോണ്ട് വറി ആൻഡ് ബി റെഡി. എനിക്ക് പേടിയാവുന്നു. എനിക്ക് വയ്യ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അയ്യോ എനിക്ക് പേടിയാവുന്നത്. അപ്പോൾ ഇത് ആവേശത്തിൽ പറഞ്ഞു പോയത്. നമുക്ക് കാണാം. എടീ ബസ് സ്റ്റോപ്പെത്തി. അമ്മേ ഇവിടെ ഇല്ലല്ലോ. നിൽക്കുന്നു. എൻ്റെ അമ്മേ, എൻ്റെ കാലിനെത്തി. തിരിഞ്ഞോ? നീ എന്തോന്നാലും തിരിഞ്ഞ് നോക്കിയത് മോനെ. നീ തിരിയരുത്. ഒന്ന് തിരിഞ്ഞേ. തിരിയില്ല. ഹലോ. എവിടെയാണ് ഇത്രയും ദിവസം? അത് പനിയായിരുന്നു. പനിയോ? അത് ഈ ബസ് സ്റ്റോപ്പിൽ മാത്രമുള്ള പനിയാ? അല്ല, ഞാൻ മനസ്സിലായി. താൻ എന്താ അന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞേ? എങ്ങനെ ഒന്ന് പറഞ്ഞേ? അല്ല, എന്തൊക്കെയോ ആരൊക്കെയോ ഒന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് അന്ന്. അത് ഞാൻ അറിയാതെ അന്ന് പറഞ്ഞു പോയതാ. അപ്പം ഇത് റിപ്ലൈ ഉണ്ട് കേൾക്ക്. വേണ്ട ചേട്ടാ, കഷ്ടമുണ്ട്, പറയരുത്. നിങ്ങൾ കേട്ടില്ലല്ലോ. കേൾക്കുന്നതിന് മുന്നേ അങ്ങ് തീരുമാനിക്കുക. അത് ചേട്ടാ പ്ലീസ്, എനിക്ക് നാണം കെടാൻ വയ്യ. അയ്യോ, എന്നിട്ട് മോള് പ്രപ്പോസ് ചെയ്തപ്പോൾ ഒന്ന് ആലോചിച്ചില്ലായിരുന്നോ?
അത് ചേട്ടാ അന്നേരത്തെ ആവേശത്തിന് ചേട്ടനെ കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത്, സോറി, എന്നോട് ക്ഷമിക്കണേ. ഞാനിങ്ങനെ കിടന്ന് കരയാടും. ഞാനിങ്ങനെ പറഞ്ഞു ഇല്ലേ? ഇല്ലല്ലോ. പറഞ്ഞോ? ഇല്ല. പിന്നെന്തിനാ? ഒന്നുമില്ല. സത്യമായിട്ട് അതുകൊണ്ട് ബസ് വന്നു, ഞാൻ പൊക്കോട്ടെ? പൊക്കോ പൊക്കോ. എടാ ഒന്ന് നിന്നെ. ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് സമ്മതമാ. എടീ ബസ് 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 എന്തുവാ സമ്മതം? കേട്ടില്ല. ബസ് എടീ വാ. അയ്യോ ബസ്. എടീ നീ അറിഞ്ഞോ ചേട്ടനെ ഓക്കെയാന്ന്? എന്തിനോക്കെ? എടീ ആ ചേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞെടീ അവിടെ വെച്ച് വെച്ചപ്പോൾ ബസ് വന്നെടീ. ഇനിയിപ്പോൾ അതാണോ വേറെ വല്ലതും ആണോ പറഞ്ഞെന്നൊരു ഡൗട്ട്. അയ്യേ മണ്ടി. എന്നപ്പോഴാണ് നിന്നാൽ പോരായിരുന്നോ? അതെങ്ങനെ ബസ് എന്ന് പറഞ്ഞാൽ വിളിക്കുമല്ലേ തീണ്ടി കടന്നു. സോറി മാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ടൈമിംഗ് ഇല്ല. എപ്പോൾ ഞങ്ങൾ നീ സംസാരിച്ചാൽ അങ്ങനെ ബസ് അല്ലെങ്കിൽ പന്ന ബസ് ഇനി കൊണ്ട് വലിയ ശല്യമാണ്. ഇപ്പം അങ്ങനെ നമ്മളെ വിട്ട് ചിലവരൊന്നായിപ്പം. എടിയാ ചേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞടി. നീ എന്നോട് ആയിരിക്കുമോ അതോ അല്ലായിരിക്കുമോ? ചിലപ്പോൾ അല്ലെങ്കിലോ? അയ്യോ എനിക്ക് പേടിയാവുന്ന. എനിക്ക് ഉച്ചയ്ക്ക് വൈകിട്ട് കാണുമോ ചേട്ടനെ? അയ്യോ ചേട്ടനെ കാണുന്നില്ല. അയ്യോ ചേട്ടനെ കാണും. അയ്യോ പറ്റത്തില്ല. ചേട്ടനെ വേഗം കാണും. നീ ടെൻഷൻ അടിക്കാതെ. എടിയാ ചേട്ടനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ ശരിയാ, പുള്ളിക്കാരനെ കാണുന്നില്ലല്ലോ. അയ്യോ നീ എന്താ അപ്പോൾ രാവിലെ എന്തായിരിക്കും പറഞ്ഞേ? അയ്യോ എനിക്ക് വയ്യ. ആ ചേട്ടനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എടി ജാനു, നീ ദേവീശ്വരം വരുന്ന നീ എത്ര ദിവസമായിട്ട് നോക്കുക, അങ്ങനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പണ്ടാൾക്കാർ ഇവിടെ പോയി കിടക്കുവാനോ? എടി തൂ ആ ചേട്ടൻ തിരി ഇവിടെ ശിവ തന്നെ ഇവിടെ പോയി കിടക്കുമായിരുന്നു. ശിവയോ? പിന്നെ അല്ല തൻ്റെ പേരെന്തോ? മത്തങ്ങ നല്ലതാണ്. മത്തങ്ങയോ? എന്താണ് നിനക്ക്? എന്താണ് താൻ എത്ര ദിവസം നോക്കിക്കൊണ്ടിരിക്കുക? തന്നെ ഇവിടെ പോയി വിളിച്ചിരിക്കുമായിരുന്നു. ഓഹോ, അപ്പം നിനക്ക് വിളിക്കാം, എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല അല്ലേ? ഓ റിവെഞ്ച് അടുത്തായിരിക്കും. യെസ്, വൈ നോട്ട്. ഞാൻ എന്തോന്ന് വൈകിട്ട് പറഞ്ഞേ? എന്നായിട്ട് പറഞ്ഞ? അന്ന് വൈകിട്ട് എൻ്റെ അടുത്ത് വേണ്ടതും പറഞ്ഞായിരുന്നല്ലോ, അതെന്തുവാണ്? ഞാനെന്താ പറഞ്ഞത്? എനിക്ക് ഓക്കെ ആണോ? അപ്പോൾ എന്തിനൊക്കെയാന്നല്ല അന്ന് കടന്ന് ചുറ്റി വളയണ്ട. ഡയറക്റ്റായിട്ട് ഞാൻ പറയാം. ഇയാൾ അന്ന് എൻ്റെ എന്തോന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് ഓക്കെ ആണെന്ന്. ഇപ്പോഴും എനിക്ക് ക്ലിയർ ആയില്ല. അന്നൊന്ന് പറഞ്ഞത് ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്നതിനാണോ താനും ഉദ്ദേശിക്കുന്നത്? അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ മോനെ, അത് തന്നെ. ആണല്ലേ? പോവാ. അങ്ങനെ പോയാലോ? എടി ബസ് ബസ്സിനാണ് പറ്റിയ നേരം. ബസ്സിനെ പറ്റിയ നേരം പണ്ടാരം. ഹലോ, ഇതെവിടാ? എടി ഞാൻ ഇപ്പം വരും, ഒരു 1 മിനിറ്റ്. ഇത്ര നേരമായിട്ട് നോക്കി നിൽക്കുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി അതെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ നീട്ട് തന്നൂടെ? അതെ, ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യം എടുക്കാൻ പോകാം. എന്ത് ഇമ്പോർട്ടൻറ്റ്? തുറന്നു നോക്ക്. ജോബ് ഓഫറോ? യെസ്. അയ്യോ എനിക്ക്. പക്ഷേ ഇത് ചെന്നൈയിലേക്കല്ലേ? ചെന്നൈയിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. അതാ ആ പാട് പ്രശ്നം. എന്നാൽ നമ്മളൊപ്പം കാണാനോ? അത് തന്നെ ഇപ്പം വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നത്. നിനക്കിപ്പം കോളേജിലും ഉണ്ട്. സോ കഴിഞ്ഞ വർഷം അതിന് കുഴപ്പമില്ലായിരുന്നു, ബസ്സിൽ പോകുമ്പോഴേക്കും കാണാൻ. സ്കൂളിൽ ഇപ്പോൾ സ്കൂളും അല്ല. സോ ഇപ്പം കോളേജിൽ നിനക്കുണ്ട്. എനിക്ക് ചെന്നൈയിലും പോകണം. അടുത്ത മന്ത് ലാസ്റ്റ് ആകുമ്പം പോകണം. അടുത്ത മന്തോ? അപ്പോഴത്തേക്ക് പോകണം. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. അങ്ങനെ ഇപ്പം വന്നേക്കുന്നത്. സോ ആ സമയത്ത് എന്തായാലും പോകേണ്ടി വരും. അപ്പം നമുക്ക് കാണണം അതിന് മുന്നേ. അല്ല അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ കാണും? എങ്ങനെയാണെന്ന് ഒരു ചാൻസും ഇല്ല. ഒരു സൺഡേ മൺഡേ ഞാൻ ലീവ് എടുത്ത് വരാൻ നോക്കാം. എന്നാലും നീ എങ്ങനെ ഇറങ്ങും? കോളേജില്ലല്ലോ സൺഡേയിലും മൺഡേയിലും. അത് ശരിയാണ്. അത് നമുക്ക് ശരിയാക്കാം. ഇപ്പം എന്തായാലും വിഷമിക്കണ്ട. ഐ ആം സോ ഹാപ്പി. യു ആർ സച്ച് എ ഗുഡ് ഉമ്മ. അവിടെ മാത്രമേ ഉള്ളൂ. പറച്ചിൽ മാത്രം പോരാ, സ്നേഹം പ്രകടിപ്പിക്കുകയും കൂടി വേണം. അച്ഛടാ എൻ്റെ മോനെ അന്ന് പറയാൻ പഠിക്കും കേട്ടോ. പോലെ
ഹലോ, എടി ശിവാടെ നമ്പറിലോട്ടൊന്ന് വിളിച്ചേ. ശിവയുടെ നമ്പറിലോ? അതെന്ത് പറ്റി? എടി അത് അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതെന്താ എടുക്കാത്തേ? അതെനിക്കറിയത്തില്ല എടി. ഇപ്പം 4ാമത്തെ വർഷമല്ലേ ഞങ്ങൾ തുടങ്ങിയേക്കാം. എന്നിട്ട് അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് വിഷയമായിട്ട് വിളിച്ച് 2-3 ദിവസം കൊണ്ടുണ്ട്. അത് കഴിയുമ്പോഴേ ഇതാവത്തുള്ളൂ. പക്ഷെ ഇപ്പം ഒരു 1 വീക്കായിട്ട് കോൾ എടുക്കുന്നില്ല. അതെന്താടി അവൻ കോൾ എടുക്കാത്തേ? എനിക്കും അറിയത്തില്ല എന്താണെന്ന്. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വിളിക്കാം. വിളിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. ആടി വിളിക്കാം. ഹലോ എടി, ഞാൻ വിളിച്ച് എന്നിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ പേടിയാവുന്നെടി. എടി നീ എന്തിനാ പേടിക്കുന്നേ? അതിപ്പം ഒരാഴ്ച ആയിട്ടല്ലേ ഉള്ളത്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും വർക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ വല്ലതും അതുകൊണ്ടായിരിക്കും. എടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞേനെ. പക്ഷെ ഇതൊന്നും പറയുന്നില്ല. വിളിച്ചിട്ട് കോൾ പോലും എടുക്കുന്നില്ല. എടി എനിക്ക് പേടിയാവുന്നെടി. നീ പറ്റിയോ എന്നും എനിക്ക് അറിയത്തില്ലടി. ആരെയും വിളിക്കാനാ? എടി നീ ടെൻഷൻ ആവാതെ ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറില്ല, അതിലൊന്ന് വിളിച്ച് നോക്ക്. എടി അങ്ങനെ ഈ ഫ്രണ്ട്സിൻ്റെ നമ്പർ ഇല്ലടി. ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ആവശ്യമില്ലെന്നത് ഡിലീറ്റ് ആയി കളഞ്ഞു. നീ ഇത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിക്കാം. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. നീ ടെൻഷൻ ആവാതിരിക്കേ. ഹലോ എടി, വല്ല വിവരമുണ്ടോ? എടി എന്ത് വിവരം? ഞാൻ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കുകയാണ്. ഇപ്പം 2 ആഴ്ചയായി. അന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് വർക്ക് ഇഷ്യൂ കാരണമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നിട്ടും അനക്കമില്ല. ഇപ്പം 2 ആഴ്ചയായി. ഞാൻ എന്തോ ചെയ്യും? ആദ്യത്തെ ഒരാഴ്ച ഞാൻ പോട്ടെന്ന് വിചാരിച്ച അടുത്തൊന്നും പറഞ്ഞില്ല. പിന്നെ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 2-3 ദിവസമായില്ല. എന്നിട്ട് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. ഇനി നീ ടെൻഷൻ അടിക്കാതെ, സാരമില്ല. എടി നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആയി. അവൻ എന്തായിരുന്നു കാണിക്കുന്നത്? അവന് വേറെ നീ റിലേഷൻ ഇല്ലടി. നീ അങ്ങനെ ചിന്തിക്കാതെ. എടി പേടിയാണെടി അവൻ. പക്ഷെ അവസാനം കുഴപ്പമില്ലായിരുന്നില്ല, ആഴ്ചക്ക് മുമ്പ് വരെ. ഇപ്പം നിങ്ങൾക്ക് പറ്റിയോ എന്തുവാന്ന് ഒരു പിടുത്തമില്ല. അത് നീ ടെൻഷൻ ആവാതെ, അതൊക്കെ ശരിയാവും. ചിലപ്പോൾ അവൻ്റെ റേഞ്ചും മറ്റു കാര്യങ്ങളും കാണത്തില്ല അവിടെ. നമുക്കറിയത്തില്ലല്ലോ. കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് റിപ്ലൈ ഇടുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പം അല്ല നമ്മളെന്ത് ചെയ്യാനാ? ഇപ്പം അത് പറയാൻ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് അടുത്തൊന്നും പറയാനും പറ്റുന്നില്ല. എടി നീ വിഷമിക്കാതെ, ഇതൊക്കെ ശരിയാണ്. ഇപ്പം ആരെടുത്തൊന്നും പറയും? ആരെടുത്തോടെ പറയാനില്ല. ഒരു കാര്യം ചെയ്യും, അമ്പലത്തിൽ വന്നു. നാളെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ചോ. ദൈവത്തിനോട് പറയുമ്പോൾ ഒരു സമാധാനം കിട്ടും. കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇതിലങ്ങ് ആവും. ഞാൻ വരാം. എപ്പോഴും ഇറങ്ങണ്ടേ? രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. അപ്പോഴത്തേക്ക് ഇറങ്ങാമല്ലേ? എന്നാൽ ശരിയടി, ഞാൻ രാവിലെ വരാം. ഓക്കെ. സുന്ദര കുട്ടിയല്ലോ, ചക്കര. എടി 4th ആനിവേഴ്സറി. സോ ഞാൻ കയ്യിലെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിടണമെന്ന് വിചാരിച്ചത്. നീ വിഷമിക്കണ്ട, ഇതൊക്കെ ഇപ്പം ശരിയാവും. പെട്ടെന്ന് റെഡിയാവും. ചോക്കര കുട്ടി റെഡിയായാൽ മതിയായിരുന്നു. ദൈവത്തിനോട് ഇന്നെല്ലാം പറയണം. അല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഒന്ന് താങ്ങാൻ. നമുക്ക് അകത്തോട്ട് കയറാം. ഹാടി ശരി തന്നെ. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഡാ, ബൈ, ടാറ്റാ. മോള് രാവിലെ അമ്പലത്തിൽ പോയോ? ആരെ? എടി നീങ്ങ വന്നേ. എടി അത് നിന്നെ ഒന്ന് കാണാൻ വന്നവരാ. കാണാൻ വന്നവരോ എന്ന് വെച്ചാൽ അത് ആൻറ്റി. എടാ നീയോ? നീ എന്താ ഇവിടെ? ചുമ്മാ നിന്നെ ഒന്ന് കാണാൻ എഴുതി. അപ്പോൾ വന്നേരാ? അത് എൻ്റെ അമ്മയും അച്ഛനുമാണ്. മോളെ ഇന്ന് വന്നേ. വരും. അത് മോൾക്ക് മനസ്സിലാക്കി കാണത്തില്ല ഞങ്ങൾ എന്തിനാണ് വന്നത്. അത് മോൾക്ക് വേണ്ടി ഞങ്ങളുടെ ചെറുക്കനെ, ഞങ്ങളുടെ മോനെ ആലോചിക്കാൻ വേണ്ടി വന്നു. എന്ന് വെച്ചാൽ മോളെയും എൻ്റെ മോനെയും തമ്മിൽ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാൻ ഉണ്ടെന്ന്. അത് എന്താ മോളെ, എന്നെക്കേണ്ട സമ്മതമാണോ? എടാ നീയോ? പിന്നല്ലാതാരാ, ഇവിടെ മോൻ ഞാനല്ലേ. എൻ്റെ പൊന്നു മോളെ, നീ ആ പൊട്ടൻ പറയുന്നത് കേൾക്കണ്ട. ഇവന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ മൂത്ത മോന് വേണ്ടിയിട്ടാണ്. അവൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ബാങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞു വരുവാണെങ്കിൽ അവൻ്റെ പേര് മാനവ്. ഞാൻ തന്നെ. മാറടാ അങ്ങോട്ട്. മോളെ ഇതാണ് ഞങ്ങളുടെ മോൻ ശിവ മനസ്. മോൾക്ക് ശിവാനെ അറിയത്തോളായിരിക്കും. അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്.
ഈ പിള്ളേർക്ക് സംസാരിക്കാനുണ്ടെങ്കിലോ അവരെ സംസാരിപ്പിക്കുന്നേ. ആ ശരി, ഞങ്ങൾ ചെല്ലു മക്കളെ. അവിടെ നിന്നെ ഇവിടെ തൊട്ട് പോയിക്കരുത്. ഒന്ന് നിൽക്കാമേ. മറന്നു ഞാൻ മാറാൻ എനിക്കിഷ്ടമല്ല, മാറുന്നുണ്ട്. ആരും ഇഷ്ടമല്ല എങ്ങനെയാവോ? കീർത്തി മാറാൻ കീർത്തി മാറുന്നു. ആരാ? ഞാൻ ശിവ. ശിവ മനസ്. അപ്പം അവനോ? മാനവ് മനസ്. മാനസാരാ? ഡാഡി. എന്തെന്നാ പറയാനേ? അത് അപ്പം എല്ലാവരും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കുമായിരുന്നല്ലേ? അല്ല, അങ്ങനെയല്ലടി കഥ. പിന്നെ എങ്ങനെ മാറി? ഞാൻ വിളിച്ചിട്ടൊന്ന് ഫോൺ എടുക്കാതെ ഇതേപോലെ പറ്റാതെ ഞാൻ എൻ്റെ അടുത്തേനെ എന്നെ ഒന്ന് വിളിച്ചോളൂ, മാറോളൂ. പറയുന്ന കേൾക്ക്. സസ്പെൻസ് ആയിട്ട് വെച്ച് നിന്നെ സർപ്രൈസ് ചെയ്യാമെന്നാണ് കരുതിയത്. എൻ്റെ നടന്നില്ലേ? വല്ലാത്ത നടക്കലായിട്ട് മജയ്ക്കോളും മാറിക്കണം എൻ്റെ അടുത്ത് തരുന്നത്. മാനവന് നമ്മുടെ കാര്യം അറിയുമോ? ആ, അവനെ അറിയത്തോളൂ. ശരിക്കും ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് മാനവൻ്റെ ഫോണിലാണ്. അവനെ നിന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണുന്നത്. അന്നേ എനിക്കിതിനെ ഇഷ്ടമായിരുന്നു. പിന്നെ അത് നിന്നെ കഴിഞ്ഞിട്ടാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വന്നിരുന്നതൊക്കെ. പക്ഷെ നീ എന്നെ അന്ന് ആദ്യമായിട്ട് ആ മഴയത്ത് ശ്രദ്ധിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ നീ തന്നെ ഇങ്ങോട്ട് ഞാൻ ഇഷ്ടമെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പം അത് പിന്നെ ഞാനും കരുതി പറയണ്ടാവും. എന്നിട്ട് ഇപ്പോഴാണ് കരുതി പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെ സമയം വേണമല്ലോ. അങ്ങനെ ശരി. മോളെ ഈ പാലും കൊണ്ട് ചെല്ലു കേട്ടോ. പാല്? ആ ഫസ്റ്റ് നൈറ്റിന് പാലിൻ്റെ കൊണ്ടോണേ. ഇതിൻ്റെ ആചാരമൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും കൊടുക്കുന്നത് അവിടെ നമ്മളും കൊടുക്കണം. നമ്മളായിട്ട് ഇനി പതിവ് തെറ്റിക്കണ്ടല്ലോ. അമ്മേ ശരി, എന്നാ തൊട്ട് ചെല്ലു. ആ എവിടെ പോന്ന്? ഇങ്ങ് വാ. എന്താ മേഡം ബിസിയൊക്കെ അങ്ങ് മാറിയോ? ഭയങ്കര തിരക്കലായിരുന്നു. ഞാനും കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്ത് തിരക്കായിരുന്നു. ശരിക്കും ഇങ്ങനെ കല്യാണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ രജിസ്റ്റർ മാരേജ് അല്ലെങ്കിൽ നല്ലത്. ഭയങ്കര മെനക്കേടായിരുന്നു. എന്തോ പോലെ ദേഹത്തിനൊക്കെ ഭയങ്കര വേദന. വേദന എടുക്കാൻ പോകുന്നതല്ലേ ഉള്ളു. എന്തോന്ന്? ഒന്നുമില്ല. ഒരു മെഴുതിരിയുടെ നെറുകയിലെറിയാൻ പ്രണയമേ അരികിൽ വന്നു നീ. ഒരു സുഖമറവിയിലൊരുകുകയാണെൻ ഹൃദയമേ വെറുതെ നിന്നു ഞാൻ. ചഷകം സ്മൃതികളാൽ നിറയുമെവിടെ. ഓരോ വിജനവനിയും നിറയെ കനികൾ ചൂടും. ഇനി നീട്ടുമോ കരങ്ങളെ വിരഹാശ്രുമായ്ക്കോ